നമസ്കാരം. പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയും അന്താരാഷ്ട്ര ഭീകര സംഘടനയായ ഹമാസും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന പുതിയ റിപ്പോർട്ടുകൾ പുറത്ത്. ലഷ്കർ കമാൻഡറും പാകിസ്ഥാനിലെ മർക്കസി മുസ്ലിം ലീഗ് നേതാവുമായ ഫൈസൽ നദീം ദോഹയിൽ വെച്ച് ഹമാസ് നേതാക്കളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയതായി സമ്മതിച്ചിരിക്കുന്നു. ഖാലിദ് മഷാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന ഹമാസ് നേതാക്കളുമായി ചർച്ചകൾ നടത്തിയെന്നാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെ പാകിസ്ഥാനിലെ ഗുജറൻവാലയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ ഹമാസ് കമാൻഡർ നജി സഹീർ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ലഷ്കർ കമാൻഡർ റാഷിദ് അലി സന്ധുവിനൊപ്പമാണ് ഹമാസ് പ്രതിനിധി വേദി പങ്കിട്ടത്. ഹമാസിന്റെ ഒക്ടോബർ 7 ആക്രമണത്തെ ലഷ്കർ പരസ്യമായി പ്രകീർത്തിക്കുകയും അവരെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ രണ്ട് ഭീകര സംഘടനകളും തമ്മിലുള്ള ഏകോപനം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. ഹമാസ് ഉപയോഗിക്കുന്ന പുതിയ യുദ്ധതന്ത്രങ്ങളും ഡ്രോൺ സാങ്കേതിക വിദ്യകളും ലഷ്കർ കൈക്കലാക്കാൻ ഈ ബന്ധം വഴിയൊരുക്കുമെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ ഇസ്രായേൽ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് ഇത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്. ലഷ്കർ ഇ തൊയ്ബയും ഹമാസും തമ്മിലുള്ള ഈ കൂട്ടുകെട്ടിനെ കുറിച്ച് പുറത്തുവരുന്ന കൂടുതൽ ഗൗരവകരമായ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള സഹകരണം കേവലം പ്രത്യയശാസ്ത്രപരം മാത്രമല്ലെന്നും അത് സാമ്പത്തികവും സൈനികവുമായ തലങ്ങളിലേക്ക് വളർന്നിട്ടുണ്ടെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് ഉപയോഗിക്കുന്ന ഭൂഗർഭ തുരങ്ക ശൃംഖലകളുടെ മാതൃക കശ്മീരിലും പ്രയോഗിക്കാൻ ലഷ്കർ പദ്ധതിയിടുന്നതായി സൂചനകളുണ്ട്. ഇതിനായി ലഷ്കർ കേഡർമാർക്ക് പ്രത്യേക പരിശീലനം നൽകാൻ ഹമാസ് പ്രതിനിധികൾ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് വിവരം. മറ്റൊരു പ്രധാന വെളിപ്പെടുത്തൽ ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഫണ്ട് കൈമാറ്റത്തെക്കുറിച്ചാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങൾ മറികടക്കാൻ ഹമാസ് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഫണ്ടിംഗ് മാർഗങ്ങൾ ലഷ്കറിനും പങ്കുവച്ചു നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മർക്കസി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ മുഖം ഉപയോഗിച്ച് ഹമാസിനായി ഫണ്ട് ശേഖരണം നടത്തുന്നുണ്ടോ എന്നും ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലഷ്കർ ഭീകരർക്ക് ഹമാസിന്റെ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യ ലഭ്യമാകുന്നത് അതിർത്തി സുരക്ഷയിൽ വലിയ വെല്ലുവിളി ഉയർത്തും. നേരത്തെ ലഷ്കർ നടത്തിയ പല ഡ്രോൺ നീക്കങ്ങളിലും ഹമാസിന്റെ സാങ്കേതിക വിദ്യയുമായി സാമ്യമുള്ള ഘടകങ്ങൾ കണ്ടെത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ഈ പുതിയ കൂട്ടുകെട്ട് ആഗോള ഭീകരവിരുദ്ധ ഏജൻസിയായ FATFന്റെ നിരീക്ഷണത്തിലേക്ക് പാകിസ്ഥാനെ വീണ്ടും എത്തിക്കാൻ സാധ്യതയുണ്ട്. ലഷ്കർ ഇ തൊയ്ബയും ഹമാസും തമ്മിലുള്ള ബന്ധം പ്രധാനമായും 3 തലങ്ങളിലാണ് വികസിക്കുന്നത്. ആദ്യത്തേത് സൈബർ സഹകരണമാണ്. ഹമാസിന് കീഴിലുള്ള സൈബർ പോരാളികൾ ലഷ്കർ സൈബർ സെല്ലുകൾക്ക് പ്രോപ്പഗണ്ട വീഡിയോകൾ നിർമ്മിക്കുന്നതിനും എൻക്രിപ്റ്റഡ് ആശയവിനിമയ സംവിധാനങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും സഹായം നൽകുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യക്കെതിരായ ഡിജിറ്റൽ യുദ്ധത്തിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഇത് ലഷ്കറിനെ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തേത് സമുദ്രമാർഗമുള്ള നീക്കങ്ങളാണ്. ഹമാസ് അവരുടെ സമുദ്രമുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണ രീതികൾ ലഷ്കറിന് പകർന്നു നൽകാൻ ശ്രമിക്കുന്നുണ്ട്. നവംബർ 26 മുംബൈ ആക്രമണത്തിന് സമാനമായ രീതിയിൽ കടൽ മാർഗം ഇന്ത്യയുടെ പശ്ചിമ തീരങ്ങളിൽ വീണ്ടും നുഴഞ്ഞുകയറ്റത്തിന് ഇവർ പദ്ധതിയിടുന്നതായി ഇന്ത്യൻ നാവികസേനയ്ക്കും തീരസംരക്ഷണ സേനയ്ക്കും മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ആയുധ നിർമ്മാണമാണ്. ഹമാസ് തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഖസാം റോക്കറ്റുകളുടെ സാങ്കേതിക വിദ്യ പാകിസ്ഥാനിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ വെച്ച് ലഷ്കർ ഭീകരർക്ക് കൈമാറാൻ ശ്രമം നടക്കുന്നുണ്ട്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഇത്തരം റോക്കറ്റുകൾ ഇന്ത്യൻ അതിർത്തിയിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഈ വെളിപ്പെടുത്തലുകളെ തുടർന്ന് അമേരിക്കയും ഇന്ത്യയും സംയുക്തമായി ഈ സംഘടനകളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിക്കാൻ പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ലഷ്കർ കമാൻഡർമാരും ഹമാസ് പ്രതിനിധികളും തമ്മിൽ നടത്തിയ രഹസ്യ സന്ദേശങ്ങൾ പലതും ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഈ മാസം അവസാനം പുറത്തിറക്കുന്ന സുരക്ഷാ അവലോകന റിപ്പോർട്ടിൽ ഈ പുതിയ ഹമാസ് ലഷ്കർ അച്ചുതണ്ടിനെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കാൻ സാധ്യതയുണ്ട്. ലഷ്കർ ഇ തൊയ്ബയും ഹമാസും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾക്ക് പാകിസ്ഥാൻ മണ്ണ് വേദിയാകുന്നത് അവിടുത്തെ ഭരണകൂടത്തിന്റെയും രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെയും അറിവോട് കൂടിയാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നു. ഹമാസ് നേതാക്കൾക്ക് പാകിസ്ഥാനിൽ പരസ്യമായി പരിപാടികൾ നടത്താൻ അനുവാദം നൽകുന്നത് വഴി ലഷ്കർ പോലുള്ള സംഘടനകൾക്ക് പുതിയൊരു ആഗോള മുഖം നൽകാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. കശ്മീർ വിഷയത്തെ പലസ്തീൻ പോരാട്ടവുമായി കൂട്ടിക്കെട്ടി അന്താരാഷ്ട്ര തലത്തിൽ അനുകൂല തരംഗമുണ്ടാക്കുക എന്ന തന്ത്രപരമായ നീക്കവും ഇതിന്റെ പിന്നിലുണ്ട്. ഇന്ത്യയുടെ സുരക്ഷാ മുൻകരുതലുകൾ ഹമാസ് ലഷ്കർ അച്ചുതണ്ട് ഉയർത്തുന്ന ഭീഷണി നേരിടാൻ ഇന്ത്യ പ്രധാനമായും 3 നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് അതിർത്തിയിലെ ഡ്രോൺ വേലി. ഹമാസിൽ നിന്ന് ലഷ്കറിൽ ലഭിച്ചേക്കാവുന്ന ഡ്രോൺ സാങ്കേതിക വിദ്യ നേരിടാൻ പഞ്ചാബ്, ജമ്മു അതിർത്തികളിൽ ഇന്ത്യ ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കി. ചെറിയ ഡ്രോണുകളെ പോലും ജാം ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണിത്. രണ്ടാമതായി, തീരദേശങ്ങളിൽ കൂടുതൽ ജാഗ്രത കൈക്കൊള്ളാൻ തീരുമാനമായി. സമുദ്രമാർഗമുള്ള ആക്രമണ സാധ്യത കണക്കിലെടുത്ത്
ഓപ്പറേഷൻ ഐലൻഡ് വാച്ച് എന്ന പേരിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പടിഞ്ഞാറൻ തീരങ്ങളിൽ നിരീക്ഷണം കർശനമാക്കി. മത്സ്യബന്ധന ബോട്ടുകൾക്ക് പ്രത്യേക തിരിച്ചറിയൽ സംവിധാനങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള ഇന്റലിജൻസ് കൈമാറ്റവും മറ്റൊരു പ്രധാന നടപടിയാണ്. ഹമാസിന്റെ നീക്കങ്ങളെക്കുറിച്ച് കൃത്യമായി വിവരമുള്ള ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദുമായി ഇന്ത്യൻ ഏജൻസികൾ തത്സമയ വിവരങ്ങൾ കൈമാറുന്നുണ്ട്. ലഷ്കർ ഹമാസ് ബന്ധത്തിന്റെ ആഴം കൂടുതൽ വെളിപ്പെട്ടതോടെ പല ആഗോള പ്രത്യാഘാതങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിടയുണ്ട്. പാകിസ്ഥാനെ വീണ്ടും FATF ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഭീകരവാദത്തിന് ഫണ്ട് നൽകുന്നത് തടയുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടുവെന്ന് തെളിയിക്കാൻ ഈ പുതിയ കണ്ടെത്തലുകൾ ഇന്ത്യക്ക് കരുത്താകും. ലഷ്കർ കമാൻഡർ ഫൈസൽ നദീമിന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതിന് പിന്നാലെ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഈ ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ചു. തങ്ങളുടെ മണ്ണിൽ യാതൊരുവിധ ഭീകര പ്രവർത്തനങ്ങൾക്കും അനുമതി നൽകില്ലെന്നും പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക നിലപാട്. എന്നാൽ ജനുവരി ആദ്യവാരം പാകിസ്ഥാനിലെ ഗുജറൻവാലയിൽ നടന്ന ലഷ്കർ ഇ തോയ്ബയുടെ രാഷ്ട്രീയ രൂപമായ മർക്കസി മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ ഹമാസ് കമാൻഡർ നജീം സഹീർ മുഖ്യാതിഥിയായി പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ ഈ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്നു. ലഷ്കർ നേതാവ് റാഷിദ് അലി സന്ധുവിനൊപ്പം നജീം സഹീർ വേദി പങ്കിട്ടത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഫൈസൽ നദീം ദോഹയിൽ വെച്ച് ഹമാസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച വ്യക്തിപരമാണെന്ന് പറഞ്ഞ് കൈയൊഴിയാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ വരാനിരിക്കുന്ന സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഭീകരതയെ സ്വന്തം നയമായി ഉപയോഗിക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ലഷ്കർ പോലുള്ള പ്രാദേശിക സംഘടനകളെ ഹമാസിനെ പോലെയുള്ള ആഗോള ഭീകര ശൃംഖലകളുമായി ബന്ധിപ്പിക്കാൻ സൗകര്യമൊരുക്കുന്നുവെന്ന് ഇന്ത്യ വാദിക്കും. ഹമാസിന്റെ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയും തുരങ്ക യുദ്ധമുറകളും ലഷ്കർ ഭീകരർക്ക് പാകിസ്ഥാൻ വഴി ലഭിക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് ഇന്ത്യ തെളിവുകൾ സഹിതം ബോധിപ്പിക്കും. ഭീകരവാദത്തിന് പണം നൽകുന്നത് തടയാൻ രൂപീകരിച്ച FATF മാനദണ്ഡങ്ങൾ പാകിസ്ഥാൻ ലംഘിക്കുന്നുവെന്നും ഹമാസ് നേതാക്കൾക്ക് പാകിസ്ഥാനിൽ സൈനിക പരിഗണന ലഭിക്കുന്നുണ്ടെന്നും ഇന്ത്യ UN-ൽ ഉന്നയിക്കും. പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ എന്ന വ്യാജേന ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് നിർത്തണമെന്ന് ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. കൂടാതെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും ഹമാസുമായി അടുത്ത ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകളും ഇന്ത്യ ഗൗരവത്തോടെയാണ് കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് എന്ന പുതിയ അന്താരാഷ്ട്ര സമിതിയിലേക്കും ഈ വിഷയം എത്തിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ആഗോള സമാധാനത്തിന് ഭീഷണിയാകുന്ന ഈ ഭീകര അച്ചുതണ്ടിനെ മരവിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ അനിവാര്യമാണെന്നാണ് ഇന്ത്യയുടെ പക്ഷം. ഇന്ത്യയും ഇസ്രായേലും ഈ വിഷയത്തിൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നുമുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.